ലോക കോടീശ്വരനായിരുന്ന ജോൺ ടി റോക്ക്ഫെല്ലറിന്റെ ജീവചരിത്രം നമുക്ക് നൽകുന്നത് മഹത്തായ സന്ദേശമാണ്. അദ്ദേഹം ബിസിനസ്സിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഒരു യുവാവായിരുന്നു. 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായി തീർന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റോക്ക്ഫെല്ലർ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി. അങ്ങനെ ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥാനത്തിന്റെ അത്യുച്ച കോടിയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം പകരം കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ മനസ്സുഖവും ആരോഗ്യവും തന്നെയായിരുന്നു. തലയിൽ രോമം കൊഴിയുന്ന ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു. കൺപീലുകൾ പോലും പൊഴിഞ്ഞുപോയി. പ്രതിവാരം $10 ലക്ഷം ആയിരുന്നു റോക്ക്ഫെല്ലറിന്റെ വരുമാനം. പക്ഷേ ബിസ്ക്കറ്റും പാലും അല്ലാതെ വേറൊന്നും കഴിക്കാനുള്ള ദഹനശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ തന്നെ സ്നേഹിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരിലേക്ക് സ്നേഹം പകർന്നു കൊടുത്താലേ അത് തിരിച്ചു ലഭിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. കൂടുതൽ ലാഭത്തിന് മറ്റുള്ളവരെ എങ്ങനെ ഞെക്കിപ്പിഴിയാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം സമ്പാദിച്ച പണം മനസ്സിന് സന്തോഷമോ സമാധാനമോ നൽകാൻ പര്യാപ്തമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പണം കൊണ്ട് വീർപ്പുമുട്ടി. അദ്ദേഹത്തിന് ഉറക്കമില്ലാതായി. ഒന്നിലും ആനന്ദം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണപ്പെട്ടു. ഒരു ജന്മദിനം കൂടി ആഘോഷിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചു തുടങ്ങി. പത്രക്കാർ ചരമക്കുറിപ്പ് വരെ എഴുതി തയ്യാറാക്കി. അങ്ങനെ ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന റോക്ക്ഫെല്ലറിന് ബോധോദയം ഉണ്ടായി. മരിച്ചു കഴിഞ്ഞാൽ തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു പൈസ പോലും കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തന്റെ സമ്പാദ്യം മനുഷ്യ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കണം. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ഡോളർ വിദ്യാഭ്യാസത്തിനും വൈദ്യസഹായത്തിനുമായിട്ട് അദ്ദേഹം ചിലവഴിച്ചു. ദാരിദ്ര്യം അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ധനസഹായം ചെയ്തു. പെൻസിലിൻ കണ്ടുപിടിക്കുന്നതിനും ക്ഷയം, മലേറിയ, ഡിഫ്തീരിയ പോലെയുള്ള മാരക അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണത്തിനുമായിട്ട് അദ്ദേഹം കയ്യും കണക്കുമില്ലാതെ പണം ചെലവഴിച്ചു. അങ്ങനെ കിട്ടുക എന്നതിൽ നിന്നും കൊടുക്കുക എന്നതിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഗതി മാറിയതോടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി. സുഖമായി ഉറങ്ങാനും സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാനും തുടങ്ങി. 53-ാമത്തെ വയസ്സിൽ തനിക്ക് ഒരു ജന്മദിനം കൂടി ആഘോഷിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച റോക്ക്ഫെല്ലർ 98 വയസ്സ് വരെ ജീവിച്ചു. ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ അളക്കപ്പെടും എന്ന സത്യമാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.